പെരിയാറിൽ ഈ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തിയപ്പോൾ പലരും ഞെട്ടി. പക്ഷെ ഞാൻ ഞെട്ടിയില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു വർഷത്തിൽ 5ഉം 6ഉം പ്രാവശ്യം, ചിലപ്പോൾ അതിൽ കൂടുതലും മത്സ്യങ്ങൾ ചത്തുപൊന്തിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിപ്പോൾ പാവപ്പെട്ട മനുഷ്യർ ജീവിത സന്ധാരണത്തിന് വേണ്ടി കയ്യിൽ നിന്ന് പണം മുടക്കി ചെറിയ മത്സ്യ കൃഷി നടത്തിയത് ഇടത്തേക്ക് ഇത് പോയത് കൊണ്ടാണ് ശക്തമായ പ്രതിഷേധമുണ്ടായത്. എന്തുകൊണ്ടാണ് ഈ മത്സ്യങ്ങൾ ചത്തുപൊന്തിയത്? ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ തമാശ, ഇതിനു മുമ്പ് നാം കണ്ടിട്ടുള്ള തമാശകളാണ്. ഇങ്ങനെ ഒരു മത്സ്യം ചത്തുപൊന്തിയാൽ ഉടനെ തന്നെ എല്ലാവരും ആശങ്കപ്പെടും, ഇതിനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന് പറയും. ഉടനെ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കും. ആ കമ്മീഷൻ കണ്ടെത്തും അവിടെ എന്തെങ്കിലും അത്ഭുതകരമായ കാര്യം. പണ്ട് പെരുമൺ ദുരന്തത്തിൽ ചുഴലിക്കാറ്റുണ്ടായിട്ടാണ് തീവണ്ടി മറിഞ്ഞത് എന്ന് കണ്ടെത്തിയതുപോലെ ഒരു അത്ഭുതം കണ്ടെത്തും. ഇപ്പോഴും സംഭവിക്കുന്ന അതാണ്. അവിടെ പറയുന്നത് അവിടെ ഒരു വിഷാംശവും ഉണ്ടായിരുന്നില്ല. ആകെ ഓക്സിജനിൽ ഒരു അല്പം കുറവുണ്ടായി. ഡിസോൾഡ് ഓക്സിജൻ, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയും വെള്ളത്തിൽ. ആ ഓക്സിജൻ കുറഞ്ഞാൽ, ഇത് കുറഞ്ഞാൽ ഉടനെ മത്സ്യങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടുണ്ടായ ചെറിയ പ്രശ്നമാണ്. അവിടെ ചെറിയ എന്തോ കെട്ടിക്കിടന്നിരുന്നു, അത് പോയി. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ മത്സ്യങ്ങൾക്ക് സംഭവിച്ചത്? ഇത് സംഭവിക്കുന്നതിന് തലേ ദിവസം വൈകുന്നേരം തന്നെ അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ വിളിച്ചു പറഞ്ഞിരുന്നു, മത്സ്യങ്ങൾ വലിയ തോതിൽ നാശത്തിലേക്ക് പോവുകയാണ്. അതിന്റെ ലക്ഷണങ്ങളുണ്ട്. മത്സ്യം കേവലം ഓക്സിജൻ ഡിമാൻഡിന്റെ മാത്രമല്ല, വലിയ തോതിൽ വിഷം ചെന്നിട്ടാണ് കൊല്ലപ്പെടുന്നത്. വലിയ തോതിൽ വിഷം വെള്ളത്തിൽ കലർന്നിട്ടുണ്ട്. കാക്കകൾ പോലും ഈ ചത്ത മത്സ്യത്തെ കൊണ്ടുപോകുന്നില്ല, തൊടുന്നില്ല. കാരണം പക്ഷികൾക്കറിയാം വിഷമുള്ള ഒരു സാധനം തൊടാൻ പാടില്ല. ഓക്സിജൻ ഡിമാൻഡ് കൊണ്ടാണ് മത്സ്യം ചത്തതെങ്കിൽ ചീഞ്ഞു പോവുകയും കാക്കകളോ ഉറുമ്പുകളോ ഒക്കെ കൊണ്ടുപോയി. ഇവിടെ അതുപോലും കൊണ്ടുപോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് വിഷം കലർന്നിട്ടുണ്ട് എന്നർത്ഥം. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത്? കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ പാതാളം ബണ്ട് എന്ന് പറയും, പാതാളം ബണ്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഒരു വെള്ളം കുടിവെള്ളത്തിലേക്ക് കയറാതിരിക്കാനാണ്, ശുദ്ധജലത്തിലേക്ക് കയറാതിരിക്കാനാണ്. കായലിൽ നിന്ന് പെരിയാറിലേക്ക് വെള്ളം കയറാതിരിക്കാൻ. അങ്ങനെ കയറാതിരിക്കാൻ സ്ഥാപിച്ച ബണ്ട് മഴവെള്ളം വന്നപ്പോൾ അത് തുറന്നു വിടുകയും ഇപ്പുറത്തുള്ള വെള്ളം, മലിനജലമടക്കം അപ്പുറത്ത് ചെല്ലുകയും അവിടെ മത്സ്യങ്ങൾ ചത്തുപൊന്തുകയും ചെയ്തു. ഇപ്പുറത്ത് കെട്ടിക്കിടന്നിരുന്ന ജലം എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് ദൂരെ തന്നെയാണ് നമ്മൾ കൊച്ചിയിലെ 45 ലക്ഷം ജനങ്ങൾക്ക് വേണ്ട കുടിവെള്ളം എടുക്കുന്നത് എന്ന കാര്യം ആദ്യം ഓർക്കുക. എന്ന് പറഞ്ഞാൽ പാതാളം ബണ്ട് തുറന്ന് കായൽ പ്രദേശത്തേക്ക് വിട്ടപ്പോൾ, കായൽ ഭാഗത്തേക്ക് വിട്ടപ്പോൾ അവിടെ മത്സ്യം ചത്തുപൊന്തിയെങ്കിൽ, അതും വലിയ തോതിൽ വെള്ളം തുറന്നു വിട്ടപ്പോൾ ചത്തുപൊന്തിയെങ്കിൽ, ഇത് കട്ടിയായി കോൺസെൻട്രേറ്റഡ് ആയി കിടക്കുന്ന പാതാളം ബണ്ടിന്റെ കിഴക്കേ വശം എന്ന് പറഞ്ഞാൽ നാം കുടിവെള്ളം എടുക്കുന്ന പെരിയാറിന്റെ വശത്ത് എത്ര രൂക്ഷമായ വിഷമാണ് ഉണ്ടാവുക എന്നറിയുക. ഇത് കേവലം ഇവിടെ കുറച്ച് മത്സ്യം ചത്തത് പ്രധാനമാണെങ്കിലും അതിനേക്കാൾ പ്രധാനമാണ് 45 ലക്ഷം പേരുടെ കുടിവെള്ളം മലിനമാക്കുന്ന വലിയ തോതിലുള്ള രാസമാലിന്യങ്ങൾ പെരിയാറിലേക്ക് വിടുന്നത്. മാത്രവുമല്ല, ഈ വിഷം കായലിലേക്ക് പോയാൽ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടെന്നറിയില്ല. വെള്ളം കൂടുതൽ വരുമ്പോൾ ഇത് കായലിലേക്ക് പോകും. കായലിൽ വലിയ തോതിൽ മത്സ്യസമ്പത്തുള്ള ഒരു സ്ഥലമാണ്. ആ മത്സ്യത്തിൽ ഏതിനൊക്കെ പറ്റിയിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഇതുപോലെ വിഷം പുറത്തുവിട്ടിട്ട് തോപ്പുംപടി പാലത്തിന്, ഹാർബർ പാലത്തിന് താഴെ വലയിട്ട് പിടിക്കുന്ന മത്സ്യങ്ങൾ പോലും വിഷം ഏറ്റ് ചത്തുപോയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ദീർഘകാല പ്രത്യാഘാതം ഉണ്ടാവും. നമുക്കിതിന്റെ കാരണങ്ങളിലേക്ക് വരാം. ഇപ്പോൾ അത്ഭുതകരമാണ്, നമ്മുടെ സാങ്കേതിക സമിതികൾ കണ്ടെത്തിയ ഒരു സമിതി കണ്ടെത്തിയത്, സർക്കാർ നിയോഗിച്ച സമിതിയാണ്, അവിടെ ഒരു വിഷമാലിന്യവുമില്ല. ഇല്ല, ഇപ്പോൾ പരിശോധിച്ചാൽ വിഷമാലിന്യം ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. വലിയ തോതിൽ മഴ പെയ്ത് ഈ ബണ്ട് തുറന്ന് വെള്ളം മുഴുവൻ വിട്ടുകൊണ്ട് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളത്തിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് എന്ത് വിഷം കിട്ടാനാണ്? അത്രയും ഒലിച്ചുപോയി. 2018 ഫ്ലഡ് വന്നത് പലർക്കും ഭാഗ്യമാണ്. അവിടെ വർഷങ്ങളായി ശേഖരിച്ചിരുന്ന ഈ വിഷം മുഴുവൻ ഒറ്റയടിക്ക് കായലിലേക്ക് ഒലിച്ചുപോയി. കായലിലും കടലിലും പോയി എന്തുണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ കായലിലേക്ക് ഒലിച്ചുപോയി. ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കുറച്ച് ഓക്സിജന്റെ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, കുഫോസ് എന്ന് പറയുന്ന മത്സ്യത്തിന്റെ മാത്രം ബന്ധപ്പെട്ട ഫിഷറീസ് സർവകലാശാല അവരുടെ പഠനത്തിൽ ഈ വെള്ളത്തിൽ ഉയർന്ന തോതിൽ മറ്റ് അമോണിയയും മറ്റ് വിഷരാസവസ്തുക്കളും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ഇതിനൊരു ചരിത്രമുണ്ട്, ചെറിയ ചരിത്രമല്ല.
ഏതാണ്ട് 3-4 പതിറ്റാണ്ട്, ഒരുപക്ഷെ 5 പതിറ്റാണ്ട് വരെ നീണ്ട ചരിത്രമാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെടുന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയും മറ്റ് നിരവധി സംഘടനകളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഇവിടെ ഉന്നയിക്കുക മാത്രമല്ല, സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടു. സുപ്രീം കോടതി ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതി ഇവിടെ പരിശോധന നടത്തി. ആ സമിതി കുറെ നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇതിനെ നിരന്തരമായ മോണിറ്ററിങ്ങിന് വേണ്ടി ലോക്കൽ ഏരിയ മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാക്കി, പ്രാദേശിക പ്രവർത്തകരടക്കം. പെരിയാറിൽ ഏറ്റവും പ്രധാനം, 100 കണക്കിന് കുഴലുകൾ ഇപ്പോഴും പെരിയാറിലേക്ക് വരുന്നുണ്ട് ഈ കമ്പനികളിൽ. ഇവർ പറയുന്നത് ഞങ്ങൾ ശുദ്ധജലം വിടണേന്ന്. എനിക്കുള്ള ഒരു കാര്യം, ശുദ്ധജലം വിടണമെങ്കിൽ ഇവരെന്തിനാ ഇങ്ങോട്ട് വിടണേന്ന്? അത് അവർക്ക് ഉപയോഗിച്ചാൽ പോരെ. ഇതിന്റെ മുകളിൽ നിന്ന് അവർ വെള്ളം എടുക്കുന്നുണ്ട്. ഈ കുടലിന് വളരെ മുകളിൽ നിന്ന് വെള്ളമെടുത്ത് അത് ഉപയോഗിച്ച് മലിനജലം പുഴയുടെ നടുക്കലേക്ക് വരെ വിടുന്ന കുഴലുകളുണ്ട് അവിടെ. ഈ കുഴലുകൾ നമുക്ക് ആർക്കും പോയാൽ കാണാം, വെള്ളം കുറഞ്ഞാൽ കാണാം, വെള്ളം കൂടിയ അത്ര കാണില്ല. ഈ കുഴലുകൾ ഇങ്ങനെ വിടാൻ ആരാണ് ഇവർക്ക് അനുമതി കൊടുത്തത്? ഇന്ത്യയിൽ ഒരു നിയമമുണ്ടല്ലോ, സീറോ ഡിസ്ചാർജ് എന്ന് ആണ് നമ്മുടെ വ്യവസായ മലിനീകരണം സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധിയും നിയമവും. എന്താ സീറോ ഡിസ്ചാർജ്? നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന്, വീട്ടിൽ നിന്നായാൽ പോലും അത് ബാധകമാണ്. വെള്ളം പുറത്തേക്ക് ഒരു പൊതുജലാശയത്തിലേക്ക് വിടുകയാണെങ്കിൽ ആ വെള്ളം കുടിക്കാൻ കഴിയുന്ന വെള്ളമായിരിക്കണം. അതിൽ ഒരു മലിന വസ്തുക്കളും ഉണ്ടാവാൻ പാടില്ല, രാസമാലിന്യമോ ജൈവമാലിന്യമോ ഉണ്ടാവാൻ പാടില്ല. ആ വെള്ളം ഒരു പോണ്ടിൽ നിർത്തി അതിൽ മത്സ്യം വളർത്തി ആ മത്സ്യം വളരുന്ന വെള്ളമേ പുറത്തേക്ക് വിടാവൂ. മത്സ്യം വളരുന്ന വെള്ളമാണ് പുറത്തേക്ക് വിട്ടെങ്കിൽ ഇപ്പോൾ മത്സ്യം ചാവില്ലല്ലോ. ഇതിനിപ്പുറത്ത് ഒരുപാട് കാലം മത്സ്യം ചത്തിരുന്നു. ഇപ്പോ പെരിയാറിൽ മത്സ്യമില്ല, ഏതാണ്ട് എല്ലാ മത്സ്യവും പോയി. പെരിയാർ തുറന്നു വിടുമ്പോൾ താഴെ വളർത്തുന്ന മത്സ്യമേ പോകുന്നുള്ളൂ. എവിടെ നിന്നാണ് ഈ മാലിന്യം വരുന്നത്? വായുവിൽ നിന്ന് മാലിന്യം വരില്ല. ഇത് വെള്ളത്തിൽ മാത്രമല്ല, വായുവിലും ഇതുണ്ട്. വായുവിലും ഇവരുടെ മാലിന്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി സമിതിയും അതിനുശേഷം നടന്ന നിരവധി ജനകീയ ഇടപെടലുകളും അതിന്റെ കാര്യം ഫലമായി നടത്തിയ നിരവധി പഠന റിപ്പോർട്ടുകളും ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ദീർഘമായി പറയേണ്ട, കുഴിക്കണ്ടം തോട് എന്ന് പറയുന്ന ഒരു തോടുണ്ട്. അവിടെ വലിയ തോതിൽ ഒരു ദിവസം രാത്രി ഒരു സ്ഫോടനമുണ്ടായി. തോട്ടിൽ സ്ഫോടനമുണ്ടായി. ടൊളുവിൻ കത്തി. ടൊളുവിൻ എങ്ങനെ ഒരു തോട്ടിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയില്ല. ടൊളുവിൻ അങ്ങനെ വന്നു, അത്രേ ഉള്ളൂ. ടൊളുവിൻ അങ്ങനെ വരുന്ന ഒരു രാസവസ്തുവല്ല. ടൊളുവിൻ മാത്രമല്ല, അവിടെ പിന്നെ പരിശോധിച്ചപ്പോഴാണ്, അവിടുത്തെ മണ്ണ് പരിശോധിച്ചു. എന്തിന്? കോഴിമുട്ട പരിശോധിച്ചു. അവിടെയുള്ള കോഴിമുട്ടകളിൽ വരെ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയാവുന്ന അപകടകരമായ മാലിന്യങ്ങളിൽപ്പെട്ട പല വസ്തുക്കളും കോഴിമുട്ടയിലുണ്ട് എന്ന് കണ്ടെത്തി. മണ്ണിലുണ്ട്, വായുവിലുണ്ട്. വായു മലിനീകരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട 10-20 സ്ഥലങ്ങൾ എടുത്താൽ അതിലൊരു സ്ഥലമാണ് ഏലൂർ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റെക്കോർഡുണ്ട്. ഔദ്യോഗിക ഏജൻസികൾ പഠിച്ച റെക്കോർഡുണ്ട്. ഈ കമ്പനികൾ എന്ത് ചെയ്യണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനി പോലും അത് ചെയ്യുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? അവർ സുപ്രീം കോടതി പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. സുപ്രീം കോടതി പറഞ്ഞത് ലോ ഓഫ് ദ ലാൻഡ് ആണല്ലോ. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വെള്ളം പുറത്തേക്ക് വിടുകയാണെങ്കിൽ ആ പുറത്തേക്ക് വിടുന്ന സ്ഥലത്ത് ഇത് ശേഖരിക്കാനും അത് അനലൈസ് ചെയ്യാനും അവിടെ ക്യാമറ അടക്കമുള്ള സംവിധാനം വേണം. ക്യാമറ വെക്കണം, ആ വെള്ളം അനലൈസർ വെക്കണം. ഓൺലൈനായി അത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിൽ അറിയണം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിലുള്ള കെമിക്കൽ അവിടെ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടണം. എന്തെങ്കിലും സംവിധാനം ഏതെങ്കിലും കമ്പനിക്കുണ്ടോ? ഇവിടെ ഇല്ല. 250-ലധികം രാസ കമ്പനികളാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി ഇതൊക്കെ പറഞ്ഞു, ഇതൊന്നും ചെയ്തില്ല. നിരവധി തവണ സുപ്രീം കോടതിയിലും മറ്റ് ഹൈക്കോടതിയിലും കേസ് പോയപ്പോഴൊക്കെ നമ്മുടെ ഗവൺമെന്റുകൾ, അതൊരു ഗവൺമെന്റ് അല്ല, അവിടെ പോയി കയ്യും കാലും പിടിച്ച് ഞങ്ങൾക്ക് ഒരു 6 മാസം കൂടി തരണം, നീട്ടി തരണം. കുറെ കഴിഞ്ഞപ്പോൾ കേസ് പോവാതെ, കാരണം 6 മാസം നീട്ടി നമ്മുടെ ലാവലിംഗ് കേസ് പോലെ അത് ഒരിക്കലും തീരാത്ത കേസായി പോയി. ആ കേസ് അങ്ങനെ നീണ്ടുപോയി. പിന്നെ ആരും അതിന്റെ പിന്നാലെ പോയില്ല, പോകാനും പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇവർ ഈ സംവിധാനങ്ങൾ ഒന്നും ചെയ്തില്ല. മാത്രവുമല്ല, ഇതിനെതിരെ ശക്തമായി പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്നാൽ ആ ഉദ്യോഗസ്ഥനെ വിരട്ടി ഓടിക്കും. ഞാൻ പേരെടുത്ത് തന്നെ പറയാം. ത്രിദീപ് കുമാർ എന്ന് പറയുന്ന ഒരു PCB എഞ്ചിനീയർ ഇവിടെ ഉണ്ടായിരുന്നു. ആ എഞ്ചിനീയർ, അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡായി. അദ്ദേഹം ഈ കമ്പനി ഇതിലൊരു കമ്പനി CMRL നമ്മൾ വേറെ രീതിയിൽ വളരെ പ്രസിദ്ധമാണല്ലോ, മാസപ്പടി കേസിലെ CMRL നിന്ന് 2017 അവിടുന്ന് പുറത്തുവിട്ട വെള്ളം അദ്ദേഹം ശേഖരിച്ച്
അത് പരിശോധനയ്ക്ക് അയച്ചു. അത് മാത്രം അദ്ദേഹം ചെയ്തൊരു കുറ്റം. ആ പരിശോധനയുടെ റിപ്പോർട്ടൊന്നും ഇവിടെ വന്നില്ല. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ത്രിദീപ് കുമാറിനെതിരെ ഒരു കേസ് വന്നു. എന്താണെന്നറിയോ? അനധികൃതമായി ശേഖരിച്ചു എന്ന് പറഞ്ഞിട്ട്, വെള്ളം ശേഖരിച്ചു, ജനങ്ങളുടെ കൂടെ നിന്ന് പ്രക്ഷോഭത്തിന് സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നു. അദ്ദേഹത്തിനെതിരെ വേറെ എന്തൊക്കെയോ കള്ളക്കേസുകൾ വന്നു. അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയാതായി. അദ്ദേഹത്തിന് വേണ്ടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ എഞ്ചിനീയർമാരുടെ അസോസിയേഷൻ വരെ മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞു. ഒരു കാര്യവും ഉണ്ടായില്ല. ഈ 2017 നമ്മൾ ഇന്ന് ഏറ്റവും വിവാദമായ മാസപ്പടിയുടെ കണക്ക് വരുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കുക. ഈ CMRL കമ്പനി എല്ലായ്പ്പോഴും ഇങ്ങനെ വെള്ളം വിടുകയും ഇതിനെതിരെ പരാതി വരികയും ചെയ്യും. ഈസ്റ്റ്മാൻ കളറിലാണ് പെരിയാറിലേക്ക് ഒഴുകുന്നത്. പക്ഷേ എല്ലാ വർഷവും നല്ല പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള അവാർഡ് ഈ കമ്പനിക്ക് തന്നെ കൊടുക്കാൻ നമ്മൾ മടിക്കാറില്ല. കാരണം അത് ആ അവാർഡ് എന്തിനാണ് കിട്ടുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. CMRL നേരത്തെ നമ്മൾ ഏറെ ചർച്ച ചെയ്ത അവരുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, ഞങ്ങൾക്ക് ഈ കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ ഇങ്ങനെ ചില സംവിധാനങ്ങളെ കുറച്ച് കാശൊക്കെ ആളുകൾക്ക് കൊടുക്കണം. അതുകൊണ്ട് കമ്പനിയുടെ ചെലവായി കൈക്കൂലി പെടുത്തണമെന്ന് അവരുടെ ആവശ്യം. ഈ കിക്ക് ബാക്ക് 135 കോടി രൂപ ഞങ്ങൾ കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടി ചെലവാക്കിയ പണമാണ് നീ. ആ പണം അതിൽ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് ടാക്സ് ഒഴിവ് കിട്ടണമെന്നാണ് ഈ ചേട്ടന്മാരുടെ വാദം. അതാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് തള്ളിയത്. അതാണ് പുറത്തു വന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ പൊതുമേഖലയായാലും സ്വകാര്യ മേഖലയായാലും വലിയ തോതിൽ മാലിന്യം പുറത്തേക്ക് വിടണം. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം, രോഗാതുരത ആർക്കും അറിയില്ല. മനുഷ്യൻ രോഗം വന്നാൽ ഇവർക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സംവിധാനം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട്, ട്രേഡ് യൂണിയൻ നേതാക്കൾ, അതിൽ സ്വാഭാവികമായും അവരുടെ കമ്പനിക്ക് അടവ് വന്നാൽ ട്രേഡ് യൂണിയൻ, അവിടെ പല കമ്പനികളും പരിസ്ഥിതി മലിനീകരണമൊന്നും ഇല്ലാണ്ട് തന്നെ പൂട്ടിപ്പോയി എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. കോമിൻകോ ബിനാനി സിംഗ് എന്ന് പറയുന്ന കമ്പനി പൂട്ടി. HIL എന്ന് പറയുന്ന കമ്പനി എൻഡോസൾഫാൻ വിഷയവുമായി ബന്ധപ്പെട്ട് പൂട്ടി. പല കമ്പനികളും പൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ വ്യവസായ മലിനീകരണത്തിൽ ഒരു കുറവുമില്ല. മെർക്കം പോലെയുള്ള കമ്പനികൾ, CMRL പോലെയുള്ള കമ്പനികൾ, ഇവർ അതുപോലെ നിരവധി ലെതർ പ്രോസസിങ് യൂണിറ്റ്സിന്റെ ഇടയാർ, ഇതിന്റെ മറുവശത്ത് ഇടയാറിൽ നിന്ന് വരുന്ന കമ്പനി, ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. ആകെയുള്ളത് ആ പാവപ്പെട്ട് മത്സ്യം ചത്തുപോയ പാവങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം സർക്കാർ ചെലവിൽ കൊടുത്താൽ അത്രയും ഭാഗ്യം. കാരണം നമ്മുടെ ചെലവിൽ നിന്നാ കൊടുക്കണം, എങ്കിൽ പോലും കൊടുക്കട്ടെ. ഈ രാഷ്ട്രീയക്കാരും ഈ ഉദ്യോഗസ്ഥരും ട്രേഡ് യൂണിയൻ നേതാക്കളും വാങ്ങുന്ന കൈക്കൂലിയുടെ വില കൊടുക്കേണ്ടി വരുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. അതിന്റെ ദുരന്തം പേറേണ്ടി വരുന്നത് ഈ മത്സ്യത്തൊഴിലാളികളാണ്. ഈ പെരിയാറിന് ഇപ്പുറത്തുള്ള ഒരു ഇൻലാൻഡ് മത്സ്യത്തൊഴിലാളി ഇപ്പൊ ഇല്ല, പെരിയാറിൽ ഈ വശത്തില്ല. കാരണം അതൊക്കെ മത്സ്യമൊക്കെ എത്തുപോയി. എത്ര നമ്മൾ പണ്ട് പെരിയാറേ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടാറുണ്ട്. ഇന്നിപ്പോ പെരിയാർ എന്ന് പറഞ്ഞാൽ വിഷജലത്തിന്റെ കേന്ദ്രമാക്കിയതിൽ ഈ ഭരണകൂടങ്ങൾക്ക് പങ്കുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് കുറെ ആളുകൾ വന്ന്, അയ്യോ മത്സ്യം ചത്തുപൊന്തിയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുക, പെരിയാർ ഇപ്പൊ എന്തോ ഇന്നലെ വൈകുന്നേരം മലിനജലം പുറത്തു വിടുന്ന ഒരു സ്ഥാപനം പോലെയാണ്. ഞാൻ ആവശ്യപ്പെടുന്നത്, സുപ്രീം കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾ വെച്ച് ഈ കമ്പനി പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും, ഒരു ദിവസമെങ്കിലും പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ല. അതിന്റെ വില നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വാർത്ത വരും, ഇനിയും മത്സ്യം ചാവും. ഇവിടെ വലിയ തോതിൽ മഴ പെയ്യുമ്പോൾ ഭൂതത്താങ്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോഴൊക്കെയാണ് ഈ പാതാളം മണ്ണ് തുറക്കുക. അങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ അറിയില്ല, വലിയ തോതിൽ ഈ വിഷം ഒഴുകും. ഈ ഓരോ കമ്പനികളുടെയും അടുത്ത് ചെറിയ തോടുകളുണ്ട്, ചെറിയ കനാലുകളുണ്ട്. ഈ കനാലുകളിലേക്ക് ഇവർ ഈ വിഷം മുഴുവൻ വിട്ടുകൊണ്ടിരിക്കുക, രാസമാലിന്യങ്ങൾ. ഈ രാസമാലിന്യങ്ങൾ ഒറ്റ മഴയ്ക്ക് ഒലിച്ച് പെരിയാറിലെത്തുമ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് തടയണമെങ്കിൽ കമ്പനികളിലെ മാലിന്യം പുറത്തുവിടുന്നത് നിർത്തണം. ഒരു കാരണവശാലും ഈ ഒരു കുഴലും കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പെരിയാറിലേക്ക് വരാൻ പാടില്ല. അതിന് സംവിധാനം ഉണ്ടാകാത്തിടത്തോളം ഇതിങ്ങനെ തന്നെ തുറന്നുകൊണ്ടേയിരിക്കും.